സോറി വീഡിയോ കൊണ്ട് നിർത്തിയാണ്. അപ്പോൾ ഇപ്പോൾ നാജി എന്ന് പറയുന്നൊരു പട്ടിത്താഴം തിരുവള്ളൂരിൽ ഇതിൻ്റെ മുന്നേ കേസിൽ കാര്യങ്ങൾക്കെല്ലാം ആയിട്ട് കുറേ കിടന്ന് അവസാനം കരഞ്ഞ് കാല് പിടിച്ചാൽ നന്നായി നില മാറ്റി വരും. പിന്നെ വീണ്ടും അവനെ കിടക്കും. 50 ഗ്രാം MDMA വേണ്ടിയിട്ട് സ്വന്തം ഭാര്യനെ ഇതാക്കി. ഏത് ഇപ്പം അതിൻ്റെ കേസ് നാട്ടിൽ നടന്നുകൊണ്ട് ആൾക്കാർക്കറിയാം. എടാ മൈര പട്ടിത്താഴോടി പൊലിയടിച്ചിട്ടുണ്ടായ നായിൻ്റെ മോനെ നാജി നവാസ് തിരുവള്ളൂർ. എൻ്റെ ഫോട്ടോസ് പബ്ലിക്കാണ്. എൻ്റെ ഭാര്യേൻ്റെതും എൻ്റെതും ഫാമിലി ഫോട്ടോസെല്ലാം. പിന്നെ ഒരുപാട് ആളുകൾ ടിക്ടോക്ക് തന്നെ ഞാൻ പേഴ്സണലെല്ലാം അയച്ചു വിട്ടിട്ടുണ്ട്. അപ്പം ഈ പട്ടിത്താഴോടെ കൂടെ നിന്നിട്ട് എന്നെ ഒതുക്കപ്പെടുന്ന ആളുകൾ ഇവൻ്റെ സാമാനത്തിൻ്റെ ചൊണ്ണീൻ്റെ ഉള്ളിൽ ഈള് കാറ്റുമ്പോൾ കംപ്ലീറ്റ് പറയും. അന്നാലോ ഇങ്ങനെയുള്ള ആളുകൾ ഞാനത് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സംഗതി വെച്ചാൽ എല്ലാ ആളുകൾക്കും കുറച്ച് കാലം കഴിയുമ്പോൾ മറന്നു പോകും. എനിക്കതല്ല, ഞാൻ നേരെ ഓപ്പോസിറ്റാണ്. ഇത് കാലങ്ങൾ കഴിയുന്നോളം എൻ്റെ വെറുപ്പിൻ്റെ ശക്തി കൂടുക ചെയ്യുക. ഈ കല്ലായി പെണ്ണെന്ന് പറഞ്ഞ പുറത്ത് പോയാണ്ടില്ലേ, എത്ര മാസം കഴിഞ്ഞിട്ടാണ് പോയത് നാട്ടിലേക്ക്? ഇപ്പം നാട്ടിൽ തേടിയല്ലേ? അതാണ് കർമ്മ. പഠിച്ചോനുണ്ട് മുകളിൽ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പഠിച്ചോൻ കാണും. അത് ഞാൻ ചെയ്താലും നിങ്ങൾ ചെയ്താലും. ഡീപ്പോട്ടാണ് MDM കേസ്, 100 ഗ്രാം MDM. അതുപോലെ പിന്നെ പെണ്ണും 6 പെണ്ണും വളരെ റൂമിൽ നിന്ന്. എങ്ങനെയുണ്ട്? ഇപ്പം നാട്ടിലാണ്. ഇപ്പം ബാറയിലേക്ക് പോവാം. ടിക്ടോക്കിൽ വരുന്ന ഓരോ പെണ്ണുങ്ങളോട് ചോദിക്കുക ഞാൻ എൻ്റെ ഒരു പോലെയാണ്. അവർക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം പൂർവ്വം മൊത്തം ഒന്നായിട്ട് പോയില്ലടാ. മറ്റേ ചളി കുത്തി വരേപ്പിക്ക് ഒരു പൂറ. ഞാനാണെങ്കിൽ ഇനി ഇപ്പോൾ ഉള്ള സ്ഥലം 1 മണിക്കൂർ കടക്കാൻ പറ്റുമോ? എൻ്റെ സ്ഥലത്തല്ല, എൻ്റെ സ്ഥലത്ത്. അതാ എനിക്കറിയാം എനിക്കെന്താ വരാൻ പോകുന്നത്. അതിൻ്റെ കരച്ചല്ലിൻ്റെ ടിക്ടോക്ക് എൻ്റെ ഉമ്മാൻ്റെ പൂറ് ഇട്ടിട്ടുള്ള കളി അതൊന്നല്ല. പൂറ ആണാണെങ്കിൽ ആൺകുട്ടികളോട് നേരക്ക് നേരവാ. ടിക്ടോക്കിലാ അല്ലെ നേരക്ക നാജീനെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓരോടും കൂടിയാണ് പറയുന്നത്. ഒന്നോട് പറഞ്ഞേക്കാം, എന്നെ ബ്ലോക്കാ. പിന്നെ എനിക്ക് വേറെ ഒന്ന് പറഞ്ഞുതരാം. എനിക്ക് വരാൻ പോകുന്നൊരു സംഗതി ഉണ്ട്. ഇവന്റെ സ്വഭാവം കുറച്ച് കാലമായിട്ട് അറിയാം. പിന്നെ പോട്ടെ, ജീവിച്ച് പോയിക്കൊണ്ടാണ്. ഇവന്റെ സ്വഭാവം വെച്ചാൽ കറക്റ്റ് പറഞ്ഞുതരാം. ഒരു വീടിന്റെ പുറത്ത് ഒരു അയല് കെട്ടിയിട്ട് അവിടെ കുറച്ച് പെണ്ണുങ്ങളെ ഷഡ്ഡി ആറിട്ടിട്ടുണ്ടെങ്കിൽ ആ ഷഡ്ഡി നോക്കിയിട്ട് അവൻ പറയും. അതിൻ്റെ ചങ്ങായി ലൈവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചങ്ക് പ്രോ പറഞ്ഞ ഷഡ്ഡി നോക്കിയിട്ട് അവിടെ എത്ര പെണ്ണുങ്ങളുണ്ടെന്നും പറയും. ബെയിലിൻ്റെ തടിപ്പിക്കാൻ പറ്റില്ല. അതുപോലെ ഇവൻ പരിചയപ്പെട്ട് ഫ്രണ്ടായി കഴിഞ്ഞാൽ ഇവൻ വീഡിയോ കോൾ ചെയ്യാൻ പറയും. ഇവന്റെ ട്രാപ്പ് എന്ന് വെച്ചാൽ ഇവനൊരു പ്രത്യേക രീതിക്കാണ്. കാരണം ഒരു 4-5 വർഷമായിട്ട് എനിക്കതറിയാം. എനിക്കറിയുന്ന ഒരുപാട് കുടുംബങ്ങൾ, ഒരുപാട് പെണ്ണുങ്ങളെ നഗ്ന വീഡിയോസ് നേരില്ല അറിയുന്നത് എവൻ്റെ അടുത്തുണ്ട്. റെഡിക്കിതെല്ലാം ഞാൻ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ജീവൻ എന്നെ കൊണ്ട് പോകണ്ട, ജീവിച്ച് പോയിക്കോട്ടെ. അവന് മെന്റലും ഇതൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞതിനെ കൊണ്ട് വിട്ടതാ. പോട്ടെ, ഇനി നായിൻ്റെ മോനെ വിടിയല്ല. ഇനി ഇവനായിട്ട് കൂട്ടി നിൽക്കുന്ന ഇപ്പം വീഡിയോ കോൾ ചെയ്യുന്ന ഏതെങ്കിലും പെൺകുട്ടികളുണ്ടെങ്കിൽ മക്കളെ പല നാളങ്ങൾക്കും അവരെ ഗതി വരും. നിങ്ങളെയും ഭീഷണിപ്പെടുത്തും. നിങ്ങളെ ഫസ്റ്റ് വീഡിയോ കോളിലവന് നിങ്ങളെന്തെങ്കിലും ഇത് കാണിക്കുന്നോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഇവർ റെക്കോർഡാക്കി വെച്ചിട്ടുണ്ടാവും. നിങ്ങളിപ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങളോ ഭീഷണിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ ഇങ്ങനെ വിളിച്ചോ. ഐറ്റമായിരുന്നു അവൻ തെറ്റിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് എടുത്ത് പുറത്തിട്ട് ആൾക്കാരോട് പറഞ്ഞിട്ട് ഫുള്ള് ഇതായി കളയും. സാഡ് വീഡിയോസൊക്കെ ഇട്ടിട്ട് ഐറ്റ പൊലമായിരുന്ന. ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ഇലക്കായിരിക്കും. നാളെ നമ്മൾ തെറ്റിക്കഴിഞ്ഞാൽ എടുത്തുന്ന പരിപാടിയില്ല, കുണ്ടിയിലടിക്കുന്ന കൂടെ വന്നിട്ട് കുണ്ടിയിലടിക്കുന്നത്. ഐറ്റ പട്ടിത്തായോളി പൊലിയാടിച്ചിക്ക് 2 പാപ്പാക്ക് 5 ഉമ്മാക്ക് ഉണ്ടായ പട്ടിത്തായോളി പൊലിയാടിച്ചിക്ക് ഉണ്ടായ നായിൻ്റെ മോന. പിന്നെ നായിൻ്റെ മോനെ ഞാൻ കല്യാണം കഴിച്ചത് എൻ്റെ ജീവിതം കൊണ്ട് ഒരു കുട്ടിക്ക് ഉപകാരം കിട്ടട്ടെ, ഒരു കേൾവിത കുട്ടിക്ക്, അത്രേ ഞാൻ ഉദ്ദേശിക്കുള്ളൂ. അതിന് പറഞ്ഞ് എനിക്ക് എൻ്റെ വാക്ക് ബാക്കിയുള്ള എനിക്കറിയാം. നായിൻ്റെ മോനെ ഞാൻ ആരാണെന്ന് എനിക്കറിയും. ഇനി എനിക്ക് മധ്യസ്ഥ ഉമ്മാൻ്റെ പൂർവ്വമില്ല. മനസ്സിലായ നായിൻ്റെ മോനെ, 2 പാപ്പാക്കുണ്ടായ പൊലിയാടിച്ചിട്ടുണ്ടായ നായിൻ്റെ മോനെ. ഇത് എനിക്കതിനുള്ള റീപ്ലൈ വീഡിയോ അല്ല. ഇത് എനിക്ക് ഞാനൊരു പിച്ചിട്ടില്ല. പിന്നെ ഇവരെ പറ്റി മനസ്സിലാക്കേണ്ട പെണ്ണുങ്ങളും ഇവന്റെ ലൈവിൽ ഇനി ഏതെങ്കിലും ഒരു പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൂറന്മാർ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നെ ബ്ലോക്കാക്കാണ്ട് പിന്നെ ലൈവാണെങ്കിൽ ഞാൻ കാര്യമായിട്ട് പൊലിപ്പം പറയും. അത് വേറെ ഉണ്ട്. നിങ്ങൾ ID പോക്കൂ. പിന്നെ നാളെ നിങ്ങൾക്കും ഈ ഒരു അവസ്ഥ അവൻ തരും. അത് പറഞ്ഞുതരാം. കൂടെ നിന്നിട്ട് ഇവൻ പോയി നിന്ന ആൾക്കാരവൻ കൂട്ടുപിടിച്ച ആൾക്കാരല്ലോ ഈ ടിക്ടോക്കിലുണ്ട്. ഇവൻ കൊടുത്ത പണികൾ കൂടെ നിന്നിട്ട് റൂമിൽ കിടത്തിയ ആളുകൾ, പിന്നെ സംരക്ഷിച്ച ആളുകൾ, പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ഇവൻ പണി കൊടുത്തേ. ഇവന്റെ ഫോണിൽ 2-3 ഫോണിൽ മെമ്മറി കാർഡ് സൂക്ഷിച്ച് വെക്കവന്. ഇവന് കുടുംബത്തിനോ ഉമ്മാനെയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത പരനാറിയാന്ന്
നാജി നവാസ് ഓൾറെഡി മറ്റേ ഇവിടെ ഇല്ലേ എന്നാ ഇന്നലെ മെസ്സേജ് അയച്ചിരിക്കുന്ന എം എ ഷനാസ് ഓളെയും വീണ്ടും വാച്ച് ഇവന്റെ പരിപാടി പൂർണ്ണ മക്കളാ മനസ്സിലായി. പെണ്ണുങ്ങളെ ഇവന് രോഗമാണ്, ഞരമ്പ് രോഗം. പിന്നെ ഒന്നും രണ്ടും പോരാ. ഇതിന് മുന്നേ ഫ്ലൈറ്റ് ടൈമിൽ നിന്ന് പെണ്ണ് 3 കൊല്ലം വേണം. അവർക്ക് 40 വയസ്സുണ്ട്. ഇവൻ പറഞ്ഞ 17 വയസ്സാണ് മകനോട് വന്നത്. എനിക്ക് മനസ്സിലാക്കിയത് ഇവൻ എന്നോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ എടുത്താൽ മതി. എന്തിനി നമുക്ക് ടിക്ടോക്കിന്റെ പെണ്ണുങ്ങളല്ല, ഞാൻ വെട്ടിക്ക് അല്ല ഇപ്പം എടുത്ത അത് പബ്ലിക്കിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അല്ലാണ്ട് ഈ ടിക്ടോക്കിൽ എടാ പൂറ നായിന്റെ മോനെ ഈ ടിക്ടോക്കിൽ ഒരു പെണ്ണും പറയല അൽഫാസ് ഒരു പെണ്ണിന്റെ പി എം പോയിക്കിത്. എന്റെ പി എമ്മിൽ വന്നിട്ട് ഒരുപാട് പെണ്ണുങ്ങൾ കാണിച്ചാൽ നിൽക്കി മനസ്സിലാ. ഞാൻ ഇന്ത്യോട്ട് ഭീഷണിപ്പെടുത്തി അങ്ങോട്ട് പോക്കില്ല. പച്ച പൊലിയാടിച്ചിട്ടാ നായിന്റെ മോനെ.